ആറന്മുള വിമാനത്താവള പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഭൂ ഉടമ ഡ്രോൺ സർവേ നടത്തി. ഡൽഹിയിൽ നിന്നുള്ള കമ്പനിയാണ് സർവേ നടത്തിയത്. 1000 ഏക്കർ ഭൂമി കിട്ടിയാൽ പദ്ധതി തുടങ്ങുമെന്നും സർക്കാർ പിന്തുണ ലഭിക്കുമെന്നും ഭൂ ഉടമ പറഞ്ഞു. ഹരിത ട്രൈബ്യൂണലിന്റെ വിലക്ക് നിലനിൽക്കുന്ന സാഹചര്യത്തിലായിരുന്നു ഡ്രോൺ സർവേ. ഡി ബിനോയ് ചേരുന്നു വിവരങ്ങളുമായി. ബിനോയ്, ഈയൊരു ഹരിത ട്രൈബ്യൂണലിന്റെ വിലക്ക് നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ഡ്രോൺ സർവേ നടത്തിയിരിക്കുന്നത്. ഭൂ ഉടമ ഇത്തരത്തിലൊരു ഡ്രോൺ സർവേ നടത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ആറന്മുള വിമാനത്താവള പദ്ധതി വലിയ തരത്തിലുള്ള വിവാദങ്ങളിലെത്തിയ ഒരു പദ്ധതിയായിരുന്നു. കാരണം ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട് വയലും ഒപ്പം തന്നെ പാരിസ്ഥിതിക പ്രശ്നമുണ്ടാക്കുന്നതുമായ ഭൂമിയാണ് അവിടെ ഉള്ളത്. ആ ഭൂമി നിരത്തിക്കൊണ്ട് വിമാനത്താവള പദ്ധതി പാടില്ല എന്ന തരത്തിൽ വലിയ സമരങ്ങൾ ഉൾപ്പെടെ നടത്തിയിരുന്നു. ഒപ്പം നെൽവയൽ തണ്ണീർത്തട നിയമം അനുസരിച്ചുകൊണ്ട് വിമാനത്താവള പദ്ധതി അവിടെ നടപ്പാക്കാൻ പാടില്ല എന്നുൾപ്പെടെ ആയിരുന്നു അന്ന് സമരസമിതി ഉന്നയിച്ചിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് 2016 ഹരിത ട്രൈബ്യൂണൽ ഈ പദ്ധതി പൂർണ്ണമായും നിർത്തിവെക്കണമെന്നും അറിയിച്ചിരുന്നു. ഒപ്പം ഹൈക്കോടതിയും വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ UDF സർക്കാർ അധികാരത്തിൽ വന്നവരോട് തന്നെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാവും ഭൂ ഉടമയുമായ എബ്രഹാം കലമണ്ണിൽ വീണ്ടും ഡൽഹിയിൽ നിന്നുള്ള ഒരു കമ്പനിയുടെ സഹായത്തോടുകൂടി ഇപ്പോൾ ഡ്രോൺ സർവേ നടത്തിയിരിക്കുന്നത്. എബ്രഹാം കലമണ്ണിൻ്റെ പക്കൽ ഇപ്പോൾ 400 ഏക്കർ ഭൂമിയാണ് ഉള്ളത്. അത് 1000 ഏക്കർ ഭൂമിയായി ലഭിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ വിമാനത്താവള പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ എബ്രഹാം കലമണ്ണിൽ പങ്കുവയ്ക്കുന്നുണ്ട്. കാരണം ഈ പദ്ധതി നടപ്പിലാക്കുക വഴി മധ്യ തിരുവിതാംകൂർ പ്രദേശത്തെ ആളുകൾക്ക്, പ്രത്യേകിച്ചും പ്രവാസികൾക്ക് വളരെയധികം സൗകര്യപ്രദമാകും മറ്റു വിദേശ രാജ്യങ്ങളിലേക്കുള്ള യാത്ര എന്നുള്ളതാണ് എബ്രഹാം കലമണ്ണിൽ പറയുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് BJPയും CPIM-ഉം CPIയും ഒക്കെ വലിയ സമരമാണ് അവിടെ നടത്തിയത്. കാരണം ഇത്തരത്തിൽ ആറന്മുള ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു മേഖലയാണ്. ഒപ്പം പമ്പയാറിൻ്റെ തീരത്താണ് ഇത്തരത്തിലൊരു പദ്ധതി വരാൻ പോകുന്നത്. ഈ പദ്ധതി വരിക വഴി വലിയ തരത്തിലുള്ള പാരിസ്ഥിതിക പ്രശ്നമുണ്ടാകും. സമീപ പ്രദേശങ്ങളൊക്കെ വലിയ വെള്ളക്കെട്ടായി മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പദ്ധതി ഉപേക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അന്ന് വലിയ സമരം നടത്തിയിരുന്നു. നേരത്തെ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്താണ് 2010, 2008, 2009, 2010 കാലഘട്ടത്തിലാണ് ഇങ്ങനൊരു വിമാനത്താവള പദ്ധതിയുടെ ഒരു പ്രപ്പോസൽ മുന്നോട്ട് വരികയും ആ പ്രപ്പോസൽ അനുസരിച്ച് പദ്ധതി നടത്തിപ്പിന് ആവശ്യമായ സർവേ ഉൾപ്പെടെയുള്ള നടപടികൾ തുടങ്ങാൻ ഒരു നിർദ്ദേശം അന്ന് നൽകിയിരുന്നു. തുടർന്ന് വന്ന ഉമ്മൻചാണ്ടി സർക്കാരും അനുകൂലമായൊരു നിലപാടാണ് സ്വീകരിച്ചത് ഈ വിമാനത്താവള പദ്ധതിക്ക് വേണ്ടി. കാരണം പ്രവാസികൾക്ക് ഇതൊരു വലിയ പിന്തുണ സഹായകരമായി മാറും എന്നായിരുന്നു അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ പറഞ്ഞിരുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം അവിടെ ഉണ്ടായി. കാരണം ഭൂമി സ്വന്തമായിട്ട് ഇല്ലായിരുന്നു. വളരെ കുറച്ച് ഭൂമി മാത്രമാണ് ഈ വിമാനത്താവള പ്രദേശത്തുണ്ടായിരുന്ന ഉടമയ്ക്ക് ഉണ്ടായിരുന്നത്. അത് വയലായിരുന്നു. ആ വയൽ നികത്തിക്കൊണ്ട് ആണ് ആദ്യഘട്ടത്തിൽ വിമാനത്താവള നിർമ്മാണവുമായി മുന്നോട്ട് പോയത്. പിന്നീട് ഇത് അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു വിമാനമാക്കി മാറ്റുന്നതിന് വേണ്ടി ഒരു ശ്രമം ഈ വിമാനത്താവള ഉടമയുടെ ഭാഗത്തുനിന്നുണ്ടായി. അങ്ങനെ അത് KGS ഗ്രൂപ്പ് എന്നായി മാറുകയും അങ്ങനെ ഒരു വൻകിട പദ്ധതിക്ക് രൂപം നൽകിയവരോട് തന്നെ ആ പ്രദേശം ഏകദേശം 7ഓളം വില്ലേജ് ഓഫീസുകളുടെ കീഴിലുള്ള ഭൂമി ഏറ്റെടുക്കാൻ അന്ന് ഒരു നീക്കം നടത്തിയിരുന്നു. ഭൂമി ഏറ്റെടുക്കുന്നതിനും സർവേ നടത്തുന്നതിനും അന്ന് സർക്കാർ, അതായത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ സമയത്ത് അനുമതി നൽകിയിരുന്നു. VS അച്യുതാനന്ദൻ സർക്കാരും ഇതിന് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത്. അങ്ങനെ സർവേ നടത്തി ഭൂമി ഏറ്റെടുക്കൽ നടപടികളുമായി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ആറന്മുള വിമാനത്താവള പദ്ധതിയുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള സമരം ശക്തി പ്രാപിക്കുന്നത്. പിന്നീട് വന്ന ഇടതു സർക്കാർ ഈ പദ്ധതിക്കെതിരെ കടുത്ത നിലപാട് സ്വീകരിച്ചു. CPIM-ഉം CPM-ഉം അവിടുത്തെ പുഞ്ചപ്പാടങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില നീക്കങ്ങൾ നടത്തി. അതിൻ്റെ ഭാഗമായിട്ട് ഹരിത ട്രൈബ്യൂണൽ ഈ ഭൂമിയിൽ യാതൊരു കാരണവശാലും നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടില്ല എന്ന് നിർദ്ദേശിക്കുകയും പിന്നീട് അവിടെ നികത്തിയ പാടവും ഒപ്പം തന്നെ അതിനെല്ലാം ഉപരിയായി വലിയ നീർച്ചാലുകൾ ഉണ്ടായിരുന്നു. ആ നീർച്ചാലുകളൊക്കെ തന്നെ പുനരുദ്ധരിക്കുകയും ചെയ്തു. അത് കണ്ടെടുത്തു. അതിലൂടെ നീർച്ചാലിലൂടെ നീരൊഴുക്ക് പുനഃസ്ഥാപിച്ചു. അങ്ങനെ വലിയ തരത്തിലുള്ള സമരവും ആ സമരവുമായി ബന്ധപ്പെട്ട് ഭൂപ്രശ്നവും ഒക്കെ ഉണ്ടായ ഒരു പദ്ധതിയാണ് ഈ ആറന്മുള വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് ഉള്ള പദ്ധതികൾ. ആ പദ്ധതിയാണ് വീണ്ടും പുനരുജ്ജീവിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും ഭൂ ഉടമ പറയുന്നത് ഇപ്പോഴത്തെ സർക്കാരിൻ്റെ പിന്തുണ ലഭിക്കും. മാത്രവുമല്ല സ്ഥലം MP ആയ ആൻ്റോ ആൻ്റണി, ഒപ്പം തന്നെ MLA എബിൻ വർഗി എന്നിവരൊക്കെ തന്നെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ അറിയിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് ഒരു ഡ്രോൺ സർവേ നടത്തിയത്. ആ ഡ്രോൺ സർവേയിലൂടെയാണ് ഭൂമിയുമായി ബന്ധപ്പെട്ട അളവുകൾ തിട്ടപ്പെടുത്താൻ ഒരു നീക്കം നടത്തിയത്. അതിൻ്റെ ഭാഗമായിട്ട് ഭൂമി ഏറ്റെടുക്കുന്ന നടപടിക്രമങ്ങളിലേക്ക് ഒക്കെ തന്നെ പക്ഷേ സർക്കാരിനെ
സമീപിക്കാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു വിമാനത്താവള പദ്ധതി എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. ഇതിൽ പ്രധാനമായും ഒരു പ്രശ്നം നിലനിൽക്കുന്നത് അന്ന് മുതൽ തന്നെ, അതായത് BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഈ വിമാനത്താവള പദ്ധതിക്ക് വലിയ തരത്തിലുള്ള എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. എന്നിട്ടും അന്ന് ഈ അന്താരാഷ്ട്ര വിമാനത്താവളം നിർമ്മാണത്തിനായി എത്തിയിരുന്നത് KGS ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു കമ്പനിയായിരുന്നു. അവർ കുറച്ച് സ്ഥലം ഏറ്റെടുത്തിരുന്നു. അതിനെല്ലാം ഉപരിയായി വയൽ അവർ നികത്തിയിരുന്നു. വയൽ നികത്തിയത് തന്നെ വലിയ വിവാദമായിരുന്നു. ഇതാണ് പിന്നീട് ഹരിത ട്രിബ്യൂണലിൻ്റെ മുമ്പിലേക്ക് എത്തപ്പെടുകയും ഹരിത ട്രിബ്യൂണൽ തൽക്കാലം വയൽ നികത്തുന്നതിനെതിരെ വലിയ തരത്തിൽ നീക്കങ്ങൾ നടത്തുകയും ചെയ്തു. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ എന്തായാലും വിമാനത്താവള പദ്ധതി എന്നുള്ളതിലേക്ക് ഈ ഒരു ഭൂവുടമ എബ്രഹാം കലമണ്ണിൽ ചേരുന്നുണ്ട്. നമസ്കാരം. നമുക്കറിയാം ഈ ഒരു ആറന്മുള പദ്ധതിയുടെ നടത്തിപ്പുമായി ഇപ്പോൾ ഈ ഒരു നിർമ്മാണവുമായി പദ്ധതിയുടെ നിർമ്മാണവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ ഇപ്പോൾ തീരുമാനം? അത് സംബന്ധിച്ച് ഇപ്പോൾ ഇത്തരത്തിൽ ഡ്രോൺ സർവേ നടത്തി എന്ന വിവരങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ ഡ്രോൺ സർവേ നടത്തി എന്നതാണോ ഇപ്പോൾ അറിയുന്ന വിവരം? കേൾക്കാം, പറഞ്ഞോളൂ. ഈ ഒരു ആറന്മുള വിമാനത്താവള പദ്ധതിയുടെ നിർമ്മാണവുമായി മുന്നോട്ട് തന്നെ പോകാനുള്ള ഒരു തീരുമാനത്തിലാണോ ഇപ്പോൾ എത്തിയിരിക്കുന്നത്? അതെ 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 ആറന്മുള വിമാനത്താവള പദ്ധതിയുമായിട്ട് മുൻപോട്ട് പോവുകയാണ്. തീർച്ചയായും ഇത്തരത്തിലൊരു ഈ ഒരു പ്രദേശത്ത് ഇപ്പോൾ ഡ്രോൺ സർവേ നടത്തിയതായി ഇപ്പോൾ വിവരങ്ങൾ വരുന്നുണ്ട്. ഇത്തരത്തിൽ ഡ്രോൺ സർവേ ആ പ്രദേശത്ത് നടന്നിട്ടുണ്ടോ? ഡ്രോൺ സർവേ നടത്തിയത് അവിടെ എന്തെങ്കിലും കുടിയിരുപ്പ്, അതായത് ആൾക്കാരെ ഒഴിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ, പള്ളിയുണ്ടോ, അമ്പലമുണ്ടോ എന്നുള്ളതൊക്കെയായിരുന്നു ഡ്രോൺ ചോദിച്ചത്. അതേ ഉള്ളൂ. തീർച്ചയായും ഈ ഒരു വിമാനത്താവളത്തിന്റെ നടത്തിപ്പുമായി അല്ലെങ്കിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ സർക്കാരിന്റെ UDF സർക്കാരിന്റെ ഒരു പിന്തുണ ലഭിക്കുന്നുണ്ടോ? കണിശമായിട്ടും ഈ UDF സർക്കാരിന്റെ ഏറ്റവും വലിയ ഡെവലപ്മെന്റിന്റെ ഒന്നാണ് പത്തനംതിട്ട വിമാനത്താവളം. ആ പത്തനംതിട്ട വിമാനത്താവളവുമായി ബന്ധപ്പെട്ടാണ് MP, MLA മാർ, ഈവൻ കോന്നി MLA സഹിതം പിന്തുണ പറഞ്ഞിട്ടുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ ഒരു സർക്കാരിന്റെ പ്രതിനിധികളുമായി ചർച്ചയും നടത്തിയിട്ടുണ്ടോ? ചർച്ച തുടങ്ങാൻ പോവാണ്. ആദ്യമേ ഒരു സാധ്യതാ പഠനത്തില് അവിടെ വല്ല ഡ്രോബാക്ക് ഉണ്ടോ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, പള്ളിയോ അമ്പലമോ പൊതുജനങ്ങളെ ബാധിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് ആദ്യം ടെസ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ എബ്രഹാം. ഏതായാലും D. ബിനോയ് ചേരുന്നു നമ്മളോടൊപ്പം. ബിനോയ്, ഈ ഒരു ഇത്തരത്തിൽ ഡ്രോൺ സർവേ നടത്തിയത് ഇത്തരത്തിൽ ഈ ഒരു പ്രദേശത്ത് അമ്പലങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ അത് സംബന്ധിച്ച് അതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഒരു ഡ്രോൺ സർവേ നടത്തിയത് എന്നതാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു സർക്കാരിൻ്റെ UDF സർക്കാരിൻ്റെ പൂർണ്ണ പിന്തുണ ലഭിച്ചിട്ടുണ്ട് എന്നതും അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. ബിനോയ്, തുടരാം. തീർച്ചയായും ഈ സമരവുമായി അല്ലെങ്കിൽ ഈ ആറന്മുള വിമാനത്താവള പദ്ധതിയുമായി ബന്ധപ്പെട്ട് വലിയ സമരമാണ് ആറന്മുള പ്രദേശത്ത് നടന്നത്, പത്തനംതിട്ട ജില്ലയിൽ നടന്നത്. അതിന് നേതൃത്വം നൽകിയത് CPIM-ഉം CPIയും ഒപ്പം തന്നെ BJPയും അടങ്ങുന്ന ഒരു സംവിധാനമായിരുന്നു. പക്ഷേ അന്ന് ഈ പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ഉറച്ച തീരുമാനത്തിലേക്ക് സർക്കാർ ഉൾപ്പെടെ എത്തിച്ചേരുകയും ഈ പുഞ്ചപ്പാടത്ത് വീണ്ടും കൃഷി തുടങ്ങുകയും കൃഷി ഇറക്കുകയൊക്കെ ചെയ്തിരുന്നു. നിലവിൽ ഇപ്പോൾ ആ പ്രദേശത്ത് വലിയ തരത്തിൽ കൃഷിയൊന്നും നടക്കുന്നില്ല. വെള്ളക്കെട്ട് രൂപാന്തരപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് കാരണം ഈ ആറന്മുള പ്രദേശം എന്ന് പറയുന്നത് ക്ഷേത്രത്തിന് സമീപത്തുള്ള വിശാലമായ വയലുകളായിരുന്നു. ആ വയൽ പ്രദേശങ്ങളാണ് ആദ്യഘട്ടത്തിൽ കുറച്ചധികം നികത്തുകയും കുന്നിടിക്കുകയും ഒക്കെ ചെയ്തിരുന്നത്. അത് പാരിസ്ഥിതിക പ്രശ്നത്തിന് വഴിവെക്കും എന്ന് വലിയ ചർച്ചയായി മാറുകയും ഇതേ തുടർന്നായിരുന്നു സമരത്തിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ എത്തിച്ചേർന്നത്. അന്ന് 2 പ്രാവശ്യവും LDF സർക്കാർ അധികാരത്തിലിരുന്ന സമയത്തൊക്കെ തന്നെ ഇവിടെ ചില പദ്ധതികൾ തുടങ്ങുന്നതിന് വേണ്ടി ചില നീക്കങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്ത് നടന്നിരുന്നു. ഈ സമീപകാലത്തായിട്ട് അവിടെ ഒരു ഇലക്ട്രോണിക് പാർക്ക് തുടങ്ങുന്നതിന് വേണ്ടി ഒരു സർവേ നടത്തുവാൻ ജില്ലാ കളക്ടർക്ക് ഒരു നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ അത് വീണ്ടും എതിർപ്പ് ഉയർന്നതിനെ തുടർന്ന് അതിൽ നിന്നും സർക്കാർ തന്നെ പിൻവാങ്ങുകയായിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ UDF സർക്കാർ അധികാരത്തിൽ വന്നതോടുകൂടി തന്നെ മറ്റ് ഒരു അല്ലെങ്കിൽ അവിടെ തന്നെ വീണ്ടും വിമാനത്താവള പദ്ധതി എന്നുള്ളത് വീണ്ടും പുനരുജ്ജീവിപ്പിക്കാനുള്ളൊരു നീക്കം ഭൂവുടമയുടെ ഭാഗത്ത് നിന്നും തുടങ്ങിയിരിക്കുന്നത്. പക്ഷേ ഇത് എത്ര കണ്ട് വിജയപ്രദമാകും എന്നുള്ള കാര്യത്തിലൊക്കെ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. കാരണം
ഇതിൽ വലിയ വിയോജിപ്പ് ആ നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ട്. അതിനെല്ലാം ഉപരിയായിട്ട് പരിസ്ഥിതിവാദികൾ ഇതിനെതിരെ, അല്ലെങ്കിൽ പരിസ്ഥിതി പ്രശ്നം വലിയ പ്രശ്നങ്ങളാവും. കാരണം കുടിവെള്ളം ഉൾപ്പെടെയുള്ളത് മുട്ടാനുള്ള സാധ്യതയുണ്ട്. വെള്ളപ്പൊക്ക സാധ്യത കൂടുതലാണ്. കാരണം പ്രളയം വന്ന സമയത്ത് ഈ പ്രദേശം പൂർണ്ണമായും വെള്ളത്തിനടിയിലായതാണ്. ആ പ്രളയ സമയത്ത് ഈ പദ്ധതി പ്രദേശത്തുണ്ടായിരുന്ന ഈ ഭൂമി മുഴുവൻ വെള്ളത്തിനടിയിലായി. അത് മാത്രവുമല്ല, ഇപ്പോൾ നിലവിൽ ഈ പ്രദേശത്തൊരു ഭൂസമരം നടക്കുന്നുണ്ട്. അതായത് ഭൂരഹിതരായ കുറേ ആളുകൾ അവിടെ ഭൂമി കയ്യേറി കുടിൽ കെട്ടി സമരം നടത്തി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട ഇപ്പോൾ തന്നെ ആറന്മുളയിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയുമായുള്ള നീക്കം അത് ഏതൊക്കെ തരത്തിൽ ചർച്ചകൾ നടക്കണം അല്ലെങ്കിൽ നടത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് സർക്കാരാണ്. ഒരു പക്ഷേ ആദ്യഘട്ടത്തിൽ സർക്കാർ ഈ നടപടിക്ക് എത്ര കൊണ്ട് പിന്തുണ നൽകും എന്നുള്ളതൊക്കെ പിന്നീട് മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. എന്തായാലും ഭൂ ഉടമ UDF സർക്കാരിൻ്റെ ഒരു ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. അല്ലെങ്കിൽ UDFൻ്റെ രാഷ്ട്രീയപരമായി UDFുമായി ബന്ധമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ ഇത്തരത്തിൽ ഒരു നീക്കത്തിലേക്ക് എബ്രഹാം കലമണ്ണിൽ എത്തിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട അടുത്ത നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്ന് ഭൂ ഉടമ തന്നെ പറയുന്നുണ്ട്. കാരണം UDF സർക്കാർ അധികാരത്തിൽ വന്ന ആദ്യ നാൾ മുതൽ തന്നെ ഈ വിമാനത്താവള പദ്ധതി എന്നതിൽ തന്നെ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. കാരണം ഇതിൽ അദ്ദേഹം പ്രധാനമായും പറയുന്നത് ഈ 400 ഏക്കർ ഭൂമി അദ്ദേഹം തന്നെ വാങ്ങി അവിടെ ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് ഭൂമി കൂടി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ വിദേശത്തു നിന്നുള്ള വിമാനങ്ങൾ ഉൾപ്പെടെ വൻകിട വിമാനത്താവള പദ്ധതി ഇവിടെ നടപ്പിലാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് ഈ ഭൂ ഉടമയായ എബ്രഹാം കലമണ്ണിൽ പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഈ വികസനവുമായി ബന്ധപ്പെട്ട സർക്കാർ എത്ര കണ്ട് ഇദ്ദേഹത്തിന് പിന്തുണ നൽകും, അല്ലെങ്കിൽ ആ പ്രദേശവാസികൾ എങ്ങനെയായിരിക്കും ഇതിനോട് സഹകരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി ഇതിന് ശേഷം കുറച്ച് കഴിഞ്ഞ് മാത്രമേ പറയാൻ കഴിയുള്ളൂ. എന്തായാലും ഡ്രോൺ സർവേ നടത്തി കഴിഞ്ഞിരിക്കുന്നു. ആ പ്രദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടിയാണ് ഡ്രോൺ സർവേ നടത്തിയെന്നാണ് ഈ ഭൂവുടമ പറയുന്നതെങ്കിൽ തന്നെയും അതൊരു തരത്തിലെങ്കിൽ മറ്റൊരു തരത്തിൽ ഭൂമിയുടെ ഇപ്പോഴത്തെ കിടപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനായിരുന്നു എന്നാണ് സമീപവാസികളായ ആളുകൾ പറയുന്നത്. എന്തായാലും പദ്ധതിയിൽ നിന്നും പിന്നോട്ട് പോകില്ല, വിമാനത്താവള പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനമെന്ന് ഉറപ്പിച്ചു പറയുകയാണ് ഭൂ ഉടമ എബ്രഹാം കലമണ്ണിൽ. തീർച്ചയായും എന്തായാലും ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് തന്നെ വലിയൊരു ജനകീയ പ്രക്ഷോഭം നേരിട്ട ഒരു പദ്ധതിയായിരുന്നു ഈ ഒരു ആറന്മുള വിമാനത്താവള പദ്ധതി. ഇപ്പോൾ ഈ പദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഭൂ ഉടമ ഇത്തരത്തിൽ ഈ പ്രദേശത്ത് ഡ്രോൺ സർവേ നടത്തി എന്ന വിവരമാണ് ലഭിക്കുന്നത്. നമ്മളോടൊപ്പം എബ്രഹാം കലമണ്ണിൽ ചേർന്നപ്പോഴും ഈ ഒരു ഇത്തരത്തിൽ ഡ്രോൺ സർവേ നടത്തി എന്നതാണ് അദ്ദേഹവും പറയുന്നത്. ഡൽഹിയിൽ നിന്നുള്ള കമ്പനിയാണ് ഇത്തരത്തിൽ സർവേ നടത്തിയത്. 1000 ഏക്കർ ഭൂമി കിട്ടിയാൽ പദ്ധതി തുടങ്ങും എന്ന സർക്കാർ പിന്തുണ ലഭിക്കുമെന്നും ഭൂ ഉടമ പറയുന്നുണ്ട്. ഹരിത ട്രിബ്യൂണലിൻ്റെ വിലക്ക് നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ഡ്രോൺ സർവേ നടത്തിയിരിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ നിലവിലെ സർക്കാരിൻ്റെ പൂർണ്ണ പിന്തുണയും ലഭിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഡി ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.